ഹായ് എവ്രി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. ഈ വീഡിയോ 7ാം ക്ലാസ് ബേസിക് സയൻസിലെ 8ാമത്തെ ചാപ്റ്ററായിട്ടുള്ള വണ്ടേഴ്സ് ഓഫ് സ്കൈയുടെ സെക്കൻഡ് പാർട്ടാണ്. ആദ്യത്തെ പാർട്ട് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തത്? ഷാഡോ ഫോം ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു, അതേപോലെ ലൂണാർ എക്ലിപ്സിനെ കുറിച്ച് സംസാരിച്ചു, സോളാർ എക്ലിപ്സിനെ കുറിച്ചും സംസാരിച്ചു അല്ലേ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. ഇതുപോലത്തെ ഈ രണ്ട് പിക്ചറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒന്നും കൂടി പറയുകയാണ്. എന്താണ് ഇതിൽ ശ്രദ്ധിച്ചു വെക്കേണ്ടത്? അതിൻ്റെ ഓർഡർ അല്ലേ. ഫസ്റ്റത്തെ പിക്ചറിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? സോളാർ എക്ലിപ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പിക്ചർ തന്നിട്ട് ചോദിക്കും, ഇതിൽ ഏത് ഫിനോമിനാണ്? ഫിഗർ എ ഏത് ഫിനോമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ബി ഏത് ഫിനോമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ മൂണാണ് സെൻറ്ററിൽ വരുന്നത്, അതെന്താണ്? മൂണാണ് സെൻറ്ററെങ്കിൽ അത് സോളാർ എക്ലിപ്സ് ആണ്. അല്ല എർത്താണ് സെൻറ്ററെങ്കിൽ അതെന്താണ്? ലൂണാർ എക്ലിപ്സ് ആണ്. അപ്പോൾ അത് മാറിപ്പോവാതെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഈ കാര്യമാണ് എനിക്ക് ഒന്നും കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി നമുക്ക് പുതിയ ഭാഗങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഒബ്സർവിങ് എ സോളാർ എക്ലിപ്സ്, അതായത് ഒരു സൂര്യഗ്രഹണം കാണുമ്പോൾ, ഒരു സൂര്യഗ്രഹണം സംഭവിക്കുമ്പോൾ അത് നമുക്ക് കാണുന്നതിന്, അത് നമ്മൾ നിരീക്ഷിക്കുന്നതിന് ചില പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാനുണ്ട്. You might have noticed the news related to the solar eclipse in newspapers. Places suitable for observing solar eclipse and the precautions to be taken usually appear in the news. അപ്പോൾ ഒരു സോളാർ എക്ലിപ്സ് നടക്കാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നേരത്തെ തന്നെ അതിനെക്കുറിച്ചുള്ള ന്യൂസ് വരാറുണ്ട്. അവരെന്തൊക്കെ കാര്യങ്ങളൊക്കെ പറയാറ്, ഏത് സ്ഥലത്താണ്, ഏത് ഭാഗത്ത് നിന്നാലാണ് നമുക്കത് ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ആ സമയത്ത് നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. How can we observe a solar eclipse safely? Read the following note and write down your findings in science diary. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു സൂര്യഗ്രഹണം സേഫായിട്ട് കാണാൻ പറ്റും? Methods of observation. Lunar eclipse can be observed directly, but observing the solar eclipse directly is harmful to the eyes. Hence, the solar eclipse must be observed only by using filters and reflecting the sun's rays in different ways. അപ്പോൾ ചന്ദ്രഗ്രഹണം, ലൂണാർ എക്ലിപ്സ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് നമുക്ക് നേരെ ആകാശത്തേക്ക് നോക്കിയിട്ട് കാണുന്നതിൽ കുഴപ്പമില്ല, അത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പക്ഷേ സോളാർ എക്ലിപ്സ് ഒരിക്കലും, സൂര്യഗ്രഹണ സമയത്ത് ഒരിക്കലും നമ്മൾ ഡയറക്റ്റായിട്ട് സൂര്യനെ നോക്കരുത്. അത് നമ്മളെ കണ്ണിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ഉപയോഗിക്കണം. അതായത് അതിന് പ്രത്യേക തരത്തിലുള്ള ഫിൽറ്റേഴ്സ് ഉണ്ട്. അതായത് അവിടെ നിന്നുള്ള ദോഷകരമായിട്ടുള്ള പ്രകാശമൊന്നും നമ്മുടെ കണ്ണിലേക്ക് വരാതെ ഫിൽറ്റർ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഫിൽറ്ററുകളുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചിട്ട് സൂര്യരശ്മികളെ ഈ ഒരു സ്ക്രീനിലേക്ക് പതിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ വേണം നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ. Eclipses can be observed using quality filters in telescopes and binoculars. നോക്കിയാൽ താഴെ കൊടുത്തിരിക്കുന്ന ചില മെത്തേഡുകൾ കൊടുത്തിരിക്കുന്നുണ്ടോ? സോളാർ ഫിൽറ്റർ സ്പെക്സ് കിട്ടും. ഇതുപോലെ സൂര്യഗ്രഹണം സംഭവിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള സ്പെക്സുകളൊക്കെ ഒരുപാട് കടകളിലൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ സ്പെക്സ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പിൻ ഹോൾ പ്രൊജക്ടർ കണ്ടോ, ലൈറ്റ് ഒരു പ്രത്യേക തരത്തിൽ കടത്തി വിട്ടിട്ട് ആ സ്ക്രീനിൽ അതിൻ്റെ പിക്ചർ വരിക, എന്നിട്ട് അത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ സോളാർ ഫിൽറ്റർ യൂസ്ഡ് ഇൻ ടെലസ്കോപ്പ്. ഇനി ടെലസ്കോപ്പുകളിലൂടെ നോക്കുകയാണെങ്കിലോ നല്ല ക്ലിയർ ആയിട്ടുള്ള നമുക്ക് പിക്ചർ, സൂര്യഗ്രഹണമൊക്കെ കാണാൻ പറ്റും. ദെൻ ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ വലിയ സ്ക്രീനുകളിലേക്കൊക്കെ പ്രൊജക്റ്റ് ചെയ്തിട്ട്, അപ്പോൾ വലിയ സ്ക്രീനുകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് സേഫ് ആയിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. ദെൻ eclipses can be observed using quality filters in telescopes and binoculars. Decorative glitter papers and unsafe X-ray films should not be used for observing solar eclipses. നമ്മുടെ നാട്ടിലുള്ള ഒരു രീതിയാണ് ഈ എക്സ്റേയുടെ പീസിൽ, നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന എക്സ്റേ ഉണ്ടല്ലോ, അതിൽ കൂടെ നോക്കിയിട്ട് ഗ്രഹണം കാണുന്നത്. പക്ഷെ അത് സേഫ് അല്ല എന്നാണ് പറയുന്നത്. അതിൽ ഗ്ലിറ്റർ പേപ്പറുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ അത് ഒരു സേഫ് ആയിട്ടുള്ള മെത്തേഡല്ല. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെയാണ് സൂര്യഗ്രഹണം കാണാൻ സേഫ് ആയിട്ടുള്ളത്. ദെൻ അടുത്തത് എന്താ? പ്രെഡിക്റ്റിംഗ് ദ എക്ലിപ്സ്. ദർ ആർ മെനി സോഫ്റ്റ്വെയർസ് ആൻഡ് ആപ്സ് അവൈലബിൾ ടു പ്രെഡിക്റ്റ് ദ എക്ലിപ്സ്. With such apps or softwares, we can find out in advance when the eclipse will be most beautiful.
These can also be used to watch the scenes of past eclipses again and again. അപ്പോൾ ഇപ്പോൾ എന്തുണ്ട്, ഒരുപാട് സോഫ്റ്റ്വെയറുകളും ആപ്പുകളും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. എന്തിനു വേണ്ടി? എപ്പോഴാണ് സൂര്യഗ്രഹണം ഉണ്ടാവാൻ സാധ്യത എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി, മുൻകൂട്ടി അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആപ്പുകളും സോഫ്റ്റ്വെയറും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എപ്പോഴാണ് ഇത് വരാൻ പോകുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഇത് ഏറ്റവും ക്ലിയർ ആയിട്ട് നന്നായിട്ട് കാണാൻ പറ്റുന്നതിനെ കുറിച്ചുള്ളതൊക്കെ വിവരം നേരത്തെ അറിയാൻ പറ്റും. അതേപോലെ തന്നെ കഴിഞ്ഞു പോയ എക്ലിപ്സുകളുടെ വീഡിയോസും പിക്ചേഴ്സൊക്കെ വീണ്ടും വീണ്ടും കാണാനൊക്കെ ഈ ആപ്പുകളും സോഫ്റ്റ്വെയറുകളൊക്കെ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. മീനിങ് ഓഫ് ദ മൂൺ ലൈറ്റ്. ഹാവിൻറ്റ് യു സീൻ എ ബ്യൂട്ടിഫുൾ ഗ്ലോയിങ് മൂൺ ഇൻ ദ സ്കൈ അറ്റ് നൈറ്റ്? ഹൗ ഇസ് ഇറ്റ് പോസിബിൾ ഫോർ ദ മൂൺ ടു ഷൈൻ സോ ബ്രൈറ്റ്ലി വെൻ ഇറ്റ് കാൺ ഷൈൻ ബൈ ഇറ്റ് സെൽഫ്? അതായത് നമ്മൾ കാണാറുണ്ട് അല്ലേ, ആകാശത്ത് രാത്രിയിൽ ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അല്ലേ. പക്ഷേ നമുക്കറിയാം ചന്ദ്രന് സ്വയം പ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവില്ല. അതായത് ഇപ്പം സൂര്യനോ മറ്റ് നക്ഷത്രങ്ങൾക്കോ ഉള്ളതുപോലെ കത്തിജ്വലിച്ച് പ്രകാശം പുറപ്പെടുവിക്കാനുള്ള ഒരു കഴിവായിരിക്കില്ല ചന്ദ്രനില്ല. പക്ഷേ എങ്ങനെയാണ് ചന്ദ്രൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്, ഇങ്ങനെ പ്രകാശം പുറത്തേക്ക് വിടുന്നത് രാത്രി സമയങ്ങളിൽ? ഒബ്സർവ് ദ ഇമേജ്. What would be the reason for the brightness of the moon? In the picture given below, can't you see the sunlight falling simultaneously on the earth and the moon? Since these are opaque objects, won't the light be reflected? ഇപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചറിലേക്ക് നോക്കൂ. സൂര്യനുണ്ട്, സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ് ആര്? ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രനിലേക്കും എന്ത് ചെല്ലും? ഈ സൂര്യൻ്റെ പ്രകാശം ചെല്ലുന്നു. ഇനി സൂര്യൻ്റെ പ്രകാശം ചെല്ലുമ്പോൾ ചന്ദ്രൻ അതിനെ എന്ത് ചെയ്യുന്നു? തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നു. ദ ഇമേജ് ഷോസ് ദ ലൈറ്റ് ഫോളിങ് ഓൺ ദ മൂൺ റീച്ചസ് ദ എർത്ത് ആഫ്റ്റർ റിഫ്ലക്ഷൻ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സൂര്യനിൽ നിന്നുള്ള പ്രകാശം ചന്ദ്രനിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്തിട്ട് തിരിച്ചെങ്ങോട്ട് വരുന്നു? ഭൂമിയിലേക്ക് വരുന്നു. അത് നാല് പാടും പോകുന്നുണ്ട്. അതിലൊരു ഭാഗം എവിടേക്ക് എത്തുന്നു? ഭൂമിയിലേക്ക് എത്തുന്നു. ആ വെളിച്ചമാണ് നമുക്ക് മൂൺ ലൈറ്റ് ആയിട്ട് കാണുന്നത്. മൂൺലൈറ്റ് ഈസ് സൺലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ദ മൂൺ. The surface of the moon is rough. If so, is it due to regular or irregular reflection? Discuss and write it down in your science diary. അപ്പോൾ മൂൺലൈറ്റ് എന്ന് പറയുന്നത്, നിലാവ് എന്ന് പറയുന്നത് എന്താണ്? ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശം തന്നെയാണ്. അല്ലാതെ മൂൺലൈറ്റ്, നിലാവ് എന്ന് പറയുന്നത് ചന്ദ്രൻ ഉണ്ടാക്കുന്ന വെളിച്ചമല്ല. സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിച്ച് നമ്മുടെ അടുത്ത് എത്തുമ്പോൾ നമ്മളതെന്ത് വിചാരിക്കുന്നു? ചന്ദ്രനിൽ നിന്ന് വരുന്ന വെളിച്ചമാണെന്ന് വിചാരിക്കുന്നു. അതാണ് നിലാവെന്ന് പറയുന്നത്. അപ്പോൾ മൂണിൻ്റെ സർഫസ് റഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്നത് ഏത് തരത്തിലുള്ള റിഫ്ലക്ഷനാണ്? തീർച്ചയായിട്ടും അത് ഇറഗുലർ ആയിരിക്കും അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് റെഗുലറും ഇറഗുലർ റിഫ്ലക്ഷനൊക്കെ ഇതിന് മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റഫ് സർഫസിൽ നടക്കുന്നത് ഇറഗുലർ റിഫ്ലക്ഷനാണ്. അപ്പോൾ മൂൺ ലൈറ്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് താഴെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നോക്കൂ. ദ സൺലൈറ്റ് ഫാളിംഗ് ഓൺ ദ മൂൺ സർഫസ് ഗെറ്റ് സ്കാറ്റേർഡ് ആൻഡ് റീച്ചസ് ദ എർത്ത്. ദിസ് ഇസ് ദ മൂൺ ലൈറ്റ് ദാറ്റ് വി സീ അറ്റ് നൈറ്റ്. അപ്പം സൺലൈറ്റ് എന്ത് ചെയ്യുന്നു? മൂണിൻ്റെ സർഫസിൽ വീഴുന്നു. അവിടുന്ന് ചിതറിത്തെറിച്ച് എവിടെ എത്തുന്നു? ഭൂമിയിലേക്കും എത്തുന്നു. ഇതാണ് നിലാവ് എന്ന പേരിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത്, രാത്രി കാലങ്ങളിൽ കാണുന്നത്. അറ്റ് നൈറ്റ് യു ഹാവ് എക്സ്പീരിയൻസ്ഡ് bright as well as dim moonlights. Let's try to find out the reason for this. അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ നല്ല നിലാവുള്ള ദിവസങ്ങളായിരിക്കും? അല്ല, ചില ദിവസങ്ങളിൽ നല്ല ഇരുട്ടുള്ള രാത്രികളുണ്ടാവും അല്ലേ. ചില ദിവസങ്ങളിൽ ചെറിയൊരു വെളിച്ചം ഉണ്ടാവും. ചില ദിവസങ്ങളിലോ നമ്മൾ 12 മണിക്കൊക്കെ പുറത്തേക്ക് നോക്കിയാലും നമുക്ക് പുറത്ത് നിൽക്കുന്ന മരങ്ങളും ഗേറ്റും ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാവുന്ന സമയവും ഉണ്ട്. അപ്പോൾ ഡിമ്മായിട്ടുള്ള മൂൺലൈറ്റും ഉണ്ട്, ബ്രൈറ്റ് ആയിട്ടുള്ള മൂൺലൈറ്റും ഉണ്ട്. അതെന്തുകൊണ്ടാണ്? പല സമയങ്ങളിലും പലതരത്തിലുള്ള വെളിച്ചം, അതായത് പല അളവിലുള്ള വെളിച്ചം ഉണ്ടാവുന്നതെന്ന് ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഫേസസ് ഓഫ് ദ മൂൺ. ചന്ദ്രൻ്റെ വ്യത്യസ്ത ഭാവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്ത് പറയുന്നത്. വി സീ ദ സൺ ഇൻ ദ സെയിം ഷേപ്പ് എവറി ഡേ, ബട്ട് വാട്ട് അബൌട്ട് ദ മൂൺ? നമ്മൾ സൂര്യനെ എല്ലാ ദിവസവും ഒരേ ഷേപ്പിൽ തന്നെയാണ് കാണാറുള്ളത് അല്ലേ. പക്ഷെ ചന്ദ്രൻ അങ്ങനെയാണോ കാണാറുള്ളത്? ഒബ്സർവ് ദ ഷേപ്പ് ഓഫ് ദ മൂൺ ഓൺ ഡിഫറെൻറ്റ് ഡേയ്സ് ആൻഡ് ഡ്രോ ദം ഇൻ ദ സയൻസ് ഡയറി. Why is the spherical moon seen in different shapes
ഓൺ ഡിഫറെൻറ്റ് ഡേയ്സ്. ലെറ്റ്സ് ഡു ആൻ ആക്ടിവിറ്റി. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ചന്ദ്രനെ നിരീക്ഷിച്ചിട്ട് അപ്പോൾ ഓരോ ദിവസം അതിനുണ്ടാകുന്ന ഷേപ്പ് വ്യത്യാസം എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാനാണ് പറയുന്നത്. ഇനി ഇതിനുള്ള കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് 3 സ്മൈലി ബോൾസ് ആൻഡ് ബ്ലാക്ക് പെയിൻറ്റ്. 3 സ്മൈലി ബോൾസും ബ്ലാക്ക് പെയിൻറ്റും വേണം. എക്സാമിൻ ദ പിക്ചേഴ്സ് ആൻഡ് നോട്ട്സ് ഇൻ ദ ബോക്സസ് ഗിവൺ ബിലോ. Paint half of each smiley ball with black paint as suggested in the notes in the boxes. അപ്പോൾ 3 സ്മൈലി ബോൾസിലും പകുതി ഭാഗത്ത് ബ്ലാക്ക് പെയിൻറ്റ് അടിക്കണം. അത് എവിടെയൊക്കെ അടിക്കേണ്ടതെന്നുള്ളത് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബോൾ നോക്കൂ. പെയിൻറ്റ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ സ്മൈലി ഫേസ് കംപ്ലീറ്റ്ലി. ആ സ്മൈലി ഫേസ് ഉള്ള ആ ചിരിക്കുന്ന പിക്ചറുള്ളതിൻ്റെ ബാക്ക് സൈഡിൽ കറക്റ്റായിട്ട് പകുതി ഭാഗത്ത് ബ്ലാക്ക് അടിക്കുക. ഇനി സെക്കൻഡിലാണെങ്കിലോ പെയിൻറ്റ് കവറിങ് ഹാഫ് ഓഫ് ദ സ്മൈലി ഫേസ്. സ്മൈലി ഫേസിൻ്റെ ഭാഗം പകുതി കവർ ചെയ്യുന്നത് പോലെ ബ്ലാക്ക് പെയിൻറ്റ് അടിക്കുക. അടുത്തതിലാണെങ്കിലോ പെയിൻറ്റ് കവറിങ് ദ എൻറ്റയർ സ്മൈലി ഫേസ്. സ്മൈലി ഫേസ് വരുന്ന ആ ഭാഗം, ആ ഒരു ഹാഫ്, ആ ഒരു പകുതി മൊത്തത്തിൽ ബ്ലാക്ക് പെയിൻറ്റ് അടിക്കുക. ദ ബ്ലാക്ക് പെയിൻറ്റഡ് part represent the shadow side of the moon. The unpainted part represent that part of the moon where light falls. അതായത് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച ഭാഗം എന്തിനെ കാണിക്കുന്നു? രാത്രിയുള്ള ഇരുണ്ട ഭാഗം, ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേപോലെ യെല്ലോ കളറുള്ള ഭാഗം എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ചന്ദ്രൻ്റെ ലൈറ്റ് വീഴുന്ന ഭാഗം, അതായത് തെളിച്ചമുള്ള ഭാഗത്തിനെ കാണിക്കുന്നു. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? Place the balls in the class in east-west direction as shown in the picture below. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ് ഈ ബോളുകളെ വെക്കേണ്ടത്? കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷനിൽ എങ്ങനെ വെക്കണം? ബോളുകളെ അറേഞ്ച് ചെയ്യണം. The unpainted part of the smiley ball should face the light and the black painted part should face the സൈഡ് ഓപ്പോസിറ്റ് ഓഫ് ദ ലൈറ്റ്. അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ സൈഡിലൊരു ലൈറ്റിനെ ഇതുപോലെ ഹാങ് ചെയ്ത് വെക്കണം, തൂക്കിയിടണം. എന്നിട്ട് അതിലെ ആ യെല്ലോ കളറുള്ള ഭാഗങ്ങളൊക്കെ ലൈറ്റിൻ്റെ നേരെ തിരിച്ചു വയ്ക്കുക. അതായത് ബോളിൻ്റെ യെല്ലോ കളറുള്ള ഭാഗത്താണ് ലൈറ്റ് വീഴണമെന്നാണല്ലോ പറയണത്. അപ്പോൾ ആ ഭാഗമൊക്കെ ലൈറ്റിൻ്റെ അടുത്തേക്ക്, ലൈറ്റിനെ ഫേസ് ചെയ്ത് വരുന്ന പോലെ വയ്ക്കുക. ബ്ലാക്ക് പാർട്ടൊക്കെ എവിടെ ആയിരിക്കണം? അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്നത് പോലെ ബോളിനെ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. ഇമാജിൻ ദ സ്മൈലി ബോൾ ആസ് ദ മൂൺ ആൻഡ് ദ ബൾബ് ആസ് ദ സൺ. നമ്മൾ എന്ത് ചെയ്യണം? സ്മൈലി ബോൾസിനെ മൂണായിട്ടും ലൈറ്റിനെ, ബൾബിനെ ഒരു സൂര്യനായിട്ട് കണക്കാക്കുക. എ, ബി ആൻഡ് സി ആർ ദ പൊസിഷൻ വെൻ ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്. അപ്പോൾ നടുക്കൊരു കുട്ടി ഇരിക്കുന്നുണ്ട്. അതിന് നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? നമ്മൾ ഭൂമിയിൽ നിന്നാണല്ലോ ചന്ദ്രനെ നോക്കുന്നത്. അപ്പോൾ ആ കുട്ടി എവിടെ ഇരിക്കുന്നതായിട്ട് കണക്കാക്കാം? ഭൂമിയിലിരിക്കുന്നു. അതായത് ഭൂമിയുടെ പൊസിഷൻ ആ കുട്ടിയാണ്. അപ്പോൾ അതിന് ചുറ്റുമാണ് എന്ത് കറങ്ങുക? ചന്ദ്രൻ കറങ്ങുക. അപ്പോൾ എ, ബി, സി മൂന്നും ചന്ദ്രൻ കറങ്ങുന്നതിനിടയിലുള്ള 3 ഫേസുകളാണ്. ദ ചൈൽഡ് ഷുഡ് സിറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ബോൾസ് എ ആൻഡ് സി and observe. As per the picture, how will the child be reviewing all the 3 balls? അപ്പോൾ എ ചെയറിൻ്റെയും അല്ലെങ്കിൽ എ ടേബിളിൻ്റെയും സി ടേബിളിൻ്റെയും നടുക്കാണ് കുട്ടി ഇരിക്കേണ്ടത്. എന്നിട്ട് കുട്ടി അതിനെ നിരീക്ഷിക്കുക. അപ്പോൾ എന്തൊക്കെ കാണാൻ സാധിക്കുന്നു അവിടെ ചോദിക്കുന്നുണ്ട്. ഓൺ വിച്ച് ബോൾ ക്യാൻ ദ ചൈൽഡ് സീ ദ ഷാഡോ പോർഷൻ കംപ്ലീറ്റ്ലി. അപ്പോൾ ഏത് ബോളിലാണ് കുട്ടിക്ക് നോക്കുമ്പോൾ ഷാഡോ പോർഷൻ മാത്രം കാണാൻ പറ്റുന്നത്, കറുത്ത പെയിൻ്റ് അടിച്ച ഭാഗം മാത്രം കാണാൻ പറ്റുന്നത് ഏത് ബോളിനെ നോക്കുമ്പോഴാണ്? എ ബോളല്ലേ? അല്ലേ? അത് കുട്ടി നോക്കുമ്പോൾ എ ബോളിൻ്റെ ബ്ലാക്ക് പെയിൻ്റ് അടിച്ച ഭാഗമാണ് കാണുക. കാരണം യെല്ലോ കളറുള്ള ഭാഗം എങ്ങോട്ട് തിരിച്ചു വെച്ചിരിക്കുക? ലൈറ്റിൻ്റെ അടുത്തേക്ക് തിരിച്ചു വെച്ചിരിക്കുക. അപ്പോൾ കുട്ടിക്ക് നോക്കുമ്പോൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ച ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ. Ball placed at which position enables the child to view half illuminated and half shadowed portions. ഇനി ഏത് ബോളിലേക്ക് നോക്കുമ്പോഴാണ് പകുതി ഇരുണ്ട ഭാഗവും പകുതി തെളിഞ്ഞ ഭാഗവും കാണാൻ പറ്റുന്നത്? അത് ഏത് ബോളിലാണ്? ബി ബോളിലാണ് അല്ലേ? Then on which ball can the child see the illuminated portion completely? ഇനി ഏത് ബോളിലേക്ക് നോക്കുമ്പോഴാണ് തെളിച്ചമുള്ള ഭാഗം മാത്രം കാണാൻ പറ്റുന്നത്? സി ബോൾ അല്ലേ? കുട്ടി സിയിലേക്ക് നോക്കിയാൽ കുട്ടിക്ക് ആ സ്മൈലി ഫേസ് യെല്ലോ കളറുള്ള ഭാഗമല്ലേ കാണാം, ബ്ലാക്ക് ഭാഗം പുറകിലാണ്. അപ്പോൾ അത് കാണാൻ പറ്റില്ല. ഗിവൺ ബിലോ ആർ ദ പൊസിഷൻ ആൻഡ് ഷേപ്സ് ഇൻ വിച്ച് എ ചൈൽഡ് ഒബ്സർവ്ഡ് ദ മൂൺ ഇൻ ദ സ്കൈ ആഫ്റ്റർ സൺസെറ്റ് ഓൺ ഡിഫറെൻറ്റ് ഡേയ്സ്. Analyze the given picture based on the activity you have done.
അപ്പോൾ ഇതിൽ നോക്കിയേ, ഇതിലൊരു കുട്ടി ചന്ദ്രനെ നിരീക്ഷിച്ച, സൂര്യാസ്തമയത്തിന് ശേഷം ചന്ദ്രനെ നിരീക്ഷിച്ചതിൻ്റെ ഇതാണ് പറയുന്നത്. അപ്പോൾ അതിൽ നോക്കൂ, ഡി പൊസിഷനിൽ ഫുള്ള് ഡാർക്കായിരുന്നു, പിന്നെ കുറച്ചും കൂടി ലൈറ്റ് കുറച്ചും കൂടി കണ്ടു. പിന്നെ അടുത്തതിലാണെങ്കിലോ ഹാഫ് കാണാൻ പറ്റി. ദെൻ എഫിലെത്തുമ്പോഴത്തേക്കും ഫുൾ ലൈറ്റഡ് ആയിട്ടുള്ള പോർഷൻ കാണാൻ പറ്റുന്നുണ്ട്. Doesn't the illuminated part of the moon viewed from the earth show a difference at each position? Examine the table given below and record your inferences in your science diary. അപ്പോൾ ഓരോ ദിവസവും നോക്കുമ്പോഴും നമ്മൾക്ക് കാണുന്ന ചന്ദ്രൻ്റെ തെളിച്ചുള്ള ഭാഗത്തിന് ഒരു വ്യത്യാസമുണ്ട് അല്ലേ? അതായത് ചന്ദ്രൻ ഫുൾ റൗണ്ടിൽ തന്നെ ആകാശത്തുണ്ട്, പക്ഷേ വെളിച്ചം വരുന്ന ഭാഗം, വെളിച്ചം തട്ടുന്ന ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ചന്ദ്രൻ്റെ ഷേപ്പ് വ്യത്യാസം വരുന്നത്. അല്ലാതെ ചന്ദ്രൻ്റെ ഷേപ്പിൽ, ശരിക്കുള്ള ഷേപ്പിൽ വ്യത്യാസം വരുന്നില്ല, ലൈറ്റ് അടിക്കുന്ന ഭാഗത്തിനാണ് വ്യത്യാസം വരുന്നത്. When the moon reaches the position D, the shadow side of the moon completely faces the earth. ഡി പൊസിഷനിൽ നമുക്ക് ആദ്യം ഇത് നോക്കി വയ്ക്കാം, എന്നിട്ട് ആ പിക്ചർ ഒന്നും കൂടി കാണാം കേട്ടോ. ഡി പൊസിഷനിൽ ഷാഡോ സൈഡാണ് കാണുന്നത്. ഈ പൊസിഷനിലാണെങ്കിൽ ഹാഫ് ഷാഡോയും ഹാഫ് ഇലൂമിനേറ്റഡുമാണ് കാണുന്നത്. എഫിൽ ദ ഇലൂമിനേറ്റഡ് സൈഡ് കംപ്ലീറ്റ്ലി ഫേസസ് ദ എർത്ത്. പിക്ചർ നോക്കൂ, ഡിയിൽ ഫുൾ ഷാഡോ, ഇയിൽ ഹാഫ് ഷാഡോയും ഹാഫ് ഇലൂമിനേറ്റഡും. ദെൻ എഫിലാകുമ്പോൾ ഫുൾ ഇലൂമിനേറ്റഡ്, ഫുൾ ആ തിളങ്ങുന്ന ഭാഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അതിനെ നമ്മൾ ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ എന്ന് പറയും. ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ മൂൺ ഒക്കേഴ്സ് വെൻ ദ ഷാഡോ സൈഡ് ഓഫ് ദ മൂൺ കംപ്ലീറ്റ്ലി ഫേസസ് ദ എർത്ത്. അതായത് ഈ ഫസ്റ്റത്തെ ഡി പൊസിഷനിൽ വരുമ്പോൾ നമുക്ക് എന്ത് മാത്രമാണ് കാണുന്നത്? ഇരുണ്ട ഭാഗം മാത്രമാണ്. ലിറ്ററലി നമുക്ക് ആകാശത്ത് അന്നത്തെ ദിവസം ചന്ദ്രൻ ഇല്ലാത്തതുപോലെ തോന്നും. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല. കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഫുൾ ഡാർക്ക് ഫേസ് ആണ് നമ്മുടെ അടുത്തേക്ക് തിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? ആ ദിവസത്തെ നമ്മൾ എന്ത് പറയും? ന്യൂ മൂൺ ഡേ എന്ന് പറയും. അതായത് അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ് എന്നൊക്കെ പറയും. ഈ കറുത്ത വാവ്, വെളുത്ത വാവ് എന്നൊക്കെ വീട്ടിൽ നമ്മൾ ആൾക്കാരുടെ ഇടയിൽ, വീട്ടിലുള്ള ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും അല്ലേ? ഇന്ന് വെളുത്ത വാവാണ്, അല്ലെങ്കിൽ ഇന്ന് കറുത്ത വാവാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇന്ന് അമാവാസിയാണ്, പൗർണമിയാണ്. പക്ഷേ ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ന്യൂ മൂൺ ഏതാണ്? അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ്. അന്നത്തെ ദിവസം മൊത്തം ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗമാണ് നമുക്ക് കാണാൻ പറ്റുക. ഫുൾ മൂൺ ഒക്യൂസ് വെൻ ദ ഇലൂമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ കംപ്ലീറ്റ്ലി ഫേസസ് ദ എർത്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫുൾ മൂൺ എന്തായിരിക്കും? വെളുത്ത വാവ് അല്ലെങ്കിൽ പൗർണമി. അപ്പോൾ ആ ദിവസം നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ചന്ദ്രൻ്റെ ഫുൾ ലൈറ്റുള്ള ഭാഗം, ഇലൂമിനേറ്റഡ് ആയിട്ടുള്ള തിളങ്ങുന്ന ഭാഗമാണ് കൃത്യമായിട്ട് ആ ഒരു പകുതി ഭാഗമാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒരു പൂർണ്ണ ചന്ദ്രനെ, കറക്റ്റ് റൗണ്ടിൽ ചന്ദ്രൻ നമുക്ക് കാണാൻ പറ്റും. ദെൻ ഹാഫ് മൂൺ ആണെങ്കിലോ അതെപ്പോഴായിരിക്കും? ഹാഫ് ഇലൂമിനേറ്റഡ് ആൻഡ് ഹാഫ് ഷാഡോ. അതായത് ഒരു പകുതി ചന്ദ്രനെ നമുക്ക് കാണാൻ പറ്റുന്ന സമയത്താണ് നമ്മൾ എന്ത് പറയാം? ഹാഫ് മൂൺ എന്ന് പറയാം. മലയാളത്തിൽ നമ്മളതിനെ അർദ്ധചന്ദ്രൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ന്യൂ മൂണ്, ഫുൾ മൂണ്, ഹാഫ് മൂണ്. ന്യൂ മൂൺ കറുത്ത വാവ്, ഫുൾ മൂൺ വെളുത്ത വാവ്, ഹാഫ് മൂൺ അർദ്ധചന്ദ്രൻ. ഓക്കെ. ദെൻ അടുത്തത് നോക്കൂ, വാക്സിങ് ആൻഡ് വെയ്നിങ്. Waxing and waning എന്താണെന്ന് നോക്കാം. Observe the pictures given below. The two pictures A and B represent the revolution of the moon from new moon to full moon and vice versa. Are both the pictures alike? What differences can you observe in these picture? അപ്പോൾ നോക്കിയേ, അതായത് ഈ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. അതായത് ഒരു ന്യൂ മൂണ് മുതൽ, ഒരു കറുത്ത വാവ് മുതൽ അടുത്ത വെളുത്ത വാവ് വരുന്നതിന് വരെ ഇടയിലുള്ള കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ. ആ ദിവസങ്ങളിലാണ് ഈ വലിപ്പം ഇങ്ങനെ മാറി മാറി വരിക. അതായത് ഒരു ദിവസം കറുത്ത വാവാണെങ്കിൽ തൊട്ടടുത്ത ദിവസം വെളുത്ത വാവ് ഉണ്ടാവില്ലല്ലോ, കുറച്ച് ദിവസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ പിക്ചറുകളിൽ കൊടുത്തിരിക്കുന്നത്. പിക്ചർ എയിൽ എന്താണ്? സൺലൈറ്റ് വരുന്ന ഭാഗം എവിടെയാണ്? ഈ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ അവിടെ ആദ്യം എന്താണ്? ഒരു ഫുൾ ന്യൂ മൂണാണ്. ആ ന്യൂ മൂൺ കഴിഞ്ഞിട്ട് ഓരോ ദിവസം കഴിയും തോറും കണ്ടോ ചന്ദ്രൻ്റെ ഷേപ്പിലുള്ള വ്യത്യാസം വരുന്ന നോക്കി മാറി വന്നു. തേർഡ് പിക്ചർ ആയപ്പോഴത്തേക്കും ഒരു ഹാഫ് മൂണായി.
പിന്നെ കുറച്ചും കൂടി മൂണിൻ്റെ സൈസ് വലുതായി വരുന്നു. ദെൻ ലാസ്റ്റ് ലെഫ്റ്റ് സൈഡിലത്തെ മൂൺ ഏതാണ്? ഫുൾ മൂണാണ് അല്ലേ. അപ്പോൾ മൂണിൻ്റെ സൈസ് വലുതായി 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 വരുന്നു. അതാണ് പിക്ചർ എ. ദെൻ പിക്ചർ ബിയിലാണെങ്കിലോ അതെവിടെ നിന്ന് തുടങ്ങാം? നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള പിക്ചറിൽ. അപ്പോൾ ആ ആരോ മാർക്ക് കണ്ടോ? ലെഫ്റ്റ് ടു ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു ഡയറക്ഷനിലാണ് ചന്ദ്രൻ്റെ കറക്കട്ടോ, അതായത് ഭൂമിയെ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിലാണ് ചന്ദ്രൻ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എന്താണ്? ഫുൾ മൂണാണ്. ഫുൾ മൂൺ എന്ത് ചെയ്യുന്നു? അതിൻ്റെ സൈസ് ചെറുതാകുന്നു. തേർഡിൽ വരുമ്പം എന്ത് വരും? തേർഡ് പിക്ചർ ആയപ്പോൾ ഇതേപോലെ ഒരു ഹാഫ് മൂൺ ആകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ചെറുതാകുന്നു. പിന്നെ അവസാനം എന്ത് ചെയ്യുന്നു? ന്യൂ മൂൺ ആയിട്ട് മാറുന്നു. അപ്പോൾ വിച്ച് പിക്ചർ ഷോസ് ദ ഇലൂമിനേറ്റഡ് പോർഷൻ ഓഫ് ദ മൂൺ ഗെറ്റിംഗ് ഇൻക്രീസ്ഡ് വെൻ വ്യൂഡ് ഫ്രം ദ എർത്ത്? ഭൂമിയിൽ നിന്ന് നോക്കുമ്പം മൂണിൻ്റെ തിളങ്ങുന്ന ഭാഗം കൂടിക്കൂടി വരുന്നത് ഏത് പിക്ചറിലാണ്? പിക്ചർ എയിലാണ് അല്ലേ. And which picture shows the illuminated portion of the moon getting decreased when viewed from the earth? ഭൂമിയിൽ നിന്ന് നോക്കുമ്പം മൂണിൻ്റെ തിളങ്ങുന്ന ഭാഗം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ഏത് പിക്ചറിലാണ്? പിക്ചർ ബിയിലാണ് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് എന്താണ് കാണുന്നത്? ഫസ്റ്റ് പിക്ചറിൽ ഒരു ന്യൂ മൂൺ തൊട്ട് ഫുൾ മൂൺ വരെ ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ചന്ദ്രൻ്റെ തിളങ്ങുന്ന ഭാഗം കൂടി വരുന്നു. അതേസമയം പിക്ചർ ബിയിലോ ഒരു ഫുൾ മൂൺ ടു ന്യൂ മൂൺ, ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂണിലേക്ക് എത്തുമ്പോൾ, വെളുത്ത വാവിൽ നിന്ന് കറുത്ത വാവിലേക്ക് എത്തുന്ന ഗ്യാപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? ചന്ദ്രൻ്റെ തിളങ്ങുന്ന ഭാഗത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് വാക്സിങ് ആൻഡ് വേനിങ്. When viewed from the earth, illuminated part of the moon keeps on increasing from the new moon to full moon. This period is known as the waxing or white halo. ഭൂമിയിൽ നിന്ന് നോക്കുമ്പം ഒരു നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെ ന്യൂ മൂൺ, കറുത്തവാവ് തൊട്ട് വെളുത്തവാവ് വരെ സംഭവിക്കുന്നത് എന്താണ്? ചന്ദ്രൻ്റെ ഇലൂമിനേറ്റഡ് പാർട്ട് കൂടി വരുന്നു. ഈ ഒരു പീരീഡിന് പറയുന്ന പേരാണ് വാക്സിങ് അല്ലെങ്കിൽ വൈറ്റ് ഹാലോ. പിന്നെ മലയാളത്തിൽ നമ്മൾ വൃദ്ധി അല്ലെങ്കിൽ വെളുത്ത പക്ഷം എന്ന് പറയും. ദെൻ when viewed from the earth, the illuminated part of the moon keeps on decreasing from the full moon to new moon. This period is known as waning or black halo. അതായത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പം ഫുൾ മൂൺ ടു ന്യൂ മൂൺ, അതായത് ഒരു വെളുത്ത വാവ് ടു കറുത്ത വാവ് അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ചന്ദ്രൻ്റെ ഇലൂമിനേറ്റഡ് ഭാഗത്തിൻ്റെ തിളങ്ങുന്ന ഭാഗത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലേ. വെളുത്ത വാവിൻ്റെ അന്ന് മുതൽ അത് ചെറുതായി വന്നിട്ട് കറുത്ത വാവാകുമ്പോൾ ഒട്ടും ഇല്ലാതാകുന്നു. അപ്പോൾ ആ ഒരു പീരീഡിനെ പറയുന്നതാണ് വെയിനിങ് ഓർ ബ്ലാക്ക് ഹാലോ, അതായത് ക്ഷയം ഓർ കറുത്ത പക്ഷം. ആ ഒരു ടൈം പീരീഡിനെ, അതായത് ഒരു ഫുൾ മൂൺ ടു ന്യൂ മൂൺ ഉള്ള ആ ഒരു ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ഒരു സമയത്തിന് പറയുന്ന പേരാണ് വെയിനിങ് അല്ലെങ്കിൽ ക്ഷയം എന്ന്. വെയിനിങ് ഓർ ബ്ലാക്ക് ഹാലോ എന്നും പറയും. ദെൻ വാക്സിങ് ആൻഡ് വെയിനിങ് ഓർ വൃദ്ധിക്ഷയം ഈസ് ദ ഡിഫറൻസ് ഇൻ വ്യൂവിങ് ദ ഇലൂമിനേറ്റഡ് ആൻഡ് ഷാഡോ പോർഷൻസ് ഓഫ് ദ മൂൺ ആസ് ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്. അപ്പം ഇത് വാക്സിങ് ആൻഡ് വെയിനിങ് എന്ന് നമ്മൾ പറയുന്നത് ഈ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതിനിടയ്ക്ക് അതിൻ്റെ ഈ ഇലൂമിനേറ്റഡ് ഭാഗവും ഷാഡോ ഭാഗവും തമ്മിലുണ്ടാകുന്ന ആ ഒരു വലിപ്പ വ്യത്യാസങ്ങളുണ്ടല്ലോ, അതിനെ മൊത്തത്തിൽ അതായത് ഈ ഇപ്പം നമ്മൾ പറഞ്ഞ വാക്സിങ്ങിനെയും വെയിനിങ്ങിനെയും ഒക്കെ ടോട്ടലായിട്ട് പറയുന്ന പേരാണ് വാക്സിങ് ആൻഡ് വെയിനിങ്. മലയാളത്തിൽ അതിനെ വൃദ്ധിക്ഷയം എന്ന് പറയും. ഓക്കെ, അപ്പോൾ വാക്സിങ് എന്താണ് വെയിനിങ് എന്താണെന്ന് കൃത്യമായി മനസ്സിലായില്ല. ആ ഒരു ടൈം പീരീഡിനെയാണ് പറയുന്നത് കേട്ടോ. അത് എത്ര ദിവസം എടുക്കുന്നുള്ളത് നമുക്കിപ്പോൾ അടുത്തതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒരു വെളുത്ത വാവ് ടു കറുത്ത വാവ് എത്ര ഗ്യാപ്പ് വരുന്നുണ്ടെന്നുള്ളത് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ചാന്ദ്രയാൻ 3യുടെ കാര്യം കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് അതിലേക്ക് പോവാം. ഇന്ത്യാസ് വണ്ടർ ദാറ്റ് ലാൻഡഡ് ഓൺ ദ മൂൺ. അപ്പം ഇന്ത്യയുടെ ഒരു അത്ഭുതം, ചന്ദ്രനിൽ കാലുകുത്തിയ ഇന്ത്യയുടെ ഒരു അത്ഭുതമാണ് എന്തെന്ന് പറയണത്? ചാന്ദ്രയാൻ 3. ഇന്ത്യാസ് പ്രൈഡ് ചാന്ദ്രയാൻ 3 ഈസ് ദ ഫസ്റ്റ് പ്രോബ് ടു ലാൻഡ് നിയർ ദ സൗത്ത് പോൾ ഓഫ് ദ മൂൺ. അപ്പോൾ ചന്ദ്രൻ്റെ തെക്കേ അറ്റത്ത് അവിടെ ലാൻഡ് ചെയ്ത ആദ്യത്തെ ബഹിരാകാശ വാഹനമാണ് എന്തെന്ന് പറയുന്നത്? ചാന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. ലോഞ്ച്ഡ് ഓൺ 14 July 2023, Chandrayaan 3 landed safely near the south pole of the moon on
23 ഓഗസ്റ്റ് 2023. അപ്പോൾ ഇത് വിക്ഷേപിച്ചത് എന്നാണ് 2023 ജൂലൈ 14 വിക്ഷേപിച്ചത്. ആൻഡ് അവിടെ ലാൻഡ് ചെയ്തത് 2023 ഓഗസ്റ്റ് 23 സൗത്ത് പോളിൽ, മൂണിൻ്റെ സൗത്ത് പോളിൽ ആദ്യമായിട്ട് എത്തുന്നത് നമ്മുടെ ചാന്ദ്രയാൻ 3 ആണ്. ഇന്ത്യ ഈസ് ദ 4th കൺട്രി ടു ഹാവ് മെയ്ഡ് എ സോഫ്റ്റ് ലാൻഡിങ് ഓൺ ദ മൂൺ. അപ്പോൾ അങ്ങനെ ഒരു ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്ത 4ാമത്തെ രാജ്യവുമാണ് ഇന്ത്യ. ISRO is moving ahead with the Chandrayaan missions to bring rocks and soil from the moon to the earth in future. അപ്പോൾ ISRO ചാന്ദ്രയാൻ ദൗത്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്താണ് ലക്ഷ്യം? ചന്ദ്രനിൽ നിന്നുള്ള പാറ കഷ്ണങ്ങളും മണ്ണും ഒക്കെ ഇന്ത്യയിലേക്ക്, ഭൂമിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതേപോലെ തന്നെ നമ്മുടെ മറ്റ് ബഹിരാകാശ ദൗത്യങ്ങളാണ് ഗഗൻയാൻ. ഗഗൻയാൻ എന്താണ്? എ ഹ്യൂമൻ സ്പേസ് പ്രോബ് ആൻഡ് അപ്പോൾ ഗഗൻയാൻ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുക, അവിടെ കുറച്ച് സമയം ചെലവഴിപ്പിക്കുക എന്നുള്ളതാണ് ഗഗൻയാൻ്റെ ഉദ്ദേശം. അതേപോലെ മംഗൾയാൻ 2 ഉണ്ട്. മംഗൾയാൻ എ മാസ് റോവർ ആർ സം ഓഫ് ദ ഫ്യൂച്ചർ മിഷൻസ് ഓഫ് ISRO. മംഗൾയാൻ എന്തിനുള്ളതാ? ചൊവ്വേനെ കുറിച്ച് പഠിക്കാനുള്ള, ചൊവ്വ പര്യവേഷണത്തിനുള്ളതാണ് മംഗൾയാൻ 2. Then you can get more information about India space missions from the official website isro.gov.in of ISRO. അപ്പോൾ ISROയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണത്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന് പറയുന്നു. നമുക്ക് ഫുൾ മൂണിലേക്കും ന്യൂ മൂണിലേക്കും തിരിച്ചു വരാം. ഓക്കെ, ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദ ന്യൂ മൂൺ ഡേ ആൻഡ് ഫുൾ മൂൺ ഡേ ഫ്രം എ കലണ്ടർ? വിച്ച് ആർ ദ സിംബൽസ് യൂസ്ഡ് ഇൻ ദ കലണ്ടർ ടു ഇൻഡിക്കേറ്റ് ദീസ് ഡേയ്സ്? അപ്പോൾ ഒരു കലണ്ടറിൽ ഈ ഫുൾ മൂൺ ഡേയും ന്യൂ മൂൺ ഡേയും ഒക്കെ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനിയൊന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. അതെങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് വെച്ചാൽ ഇതുപോലൊരു സിമ്പിൾ കൊടുത്തിട്ടുണ്ടാവും. ഇത് സിമ്പിൾ ഏത് സിമ്പിളാണ്? ആ ഒരു ബ്ലാക്ക് സ്പോട്ട് കണ്ടോ? ബ്ലാക്ക് റൗണ്ട് കാണിച്ചിരിക്കുന്നത് എന്തിനെയാണ്? ന്യൂ മൂണിനെയാണ്. ദെൻ ആ വെറും ഒരു വൈറ്റ് റൗണ്ട്, വെറും ഒരു റൗണ്ട് പോലെ കൊടുത്തിരിക്കുന്ന സിമ്പിൾ കണ്ടോ? അതേതാണ്? അത് ഫുൾ മൂണാണ്. ദിസ് സിമ്പിൾ ആർ യൂസ്ഡ് ഇൻ ദ കാലണ്ടർ ടു റെപ്രസെൻറ്റ് ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ റെസ്പെക്റ്റീവ്ലി. Observe the given calendar. Don't you see these symbols in the calendar? By looking at the calendar, can you find out how many days it takes from the moon to reach the new moon from ഫുൾ മൂൺ? അപ്പോൾ താഴെ ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ട്. ആ കലണ്ടർ നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ നമുക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ ഈ കലണ്ടർ നോക്കൂ. ഇതിൽ നിങ്ങൾക്ക് ന്യൂ മൂണും ഫുൾ മൂണും കാണാൻ പറ്റും കേട്ടോ. ഇത് 2023 മെയ്യുടെ കലണ്ടറാണ്. നോക്കൂ, ആ 5-ാം തീയതി നോക്കൂ, ആ ഫുൾ മൂണിൻ്റെ സിമ്പിൾ കൊടുത്തിരിക്കുന്നുണ്ടോ? അതേപോലെ 19-ാം തീയതി നോക്കൂ, ന്യൂ മൂണിൻ്റെ സിമ്പിളും കൊടുത്തിട്ടുണ്ട്. വെളുത്തവാവും കറുത്തവാവുമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ കലണ്ടറിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ദ ഡേറ്റ് ഓഫ് ഫുൾ മൂൺ ഇൻ ദ കാലണ്ടർ. ഫുൾ മൂണിൻ്റെ ഡേറ്റ് എന്നാണ്? മെയ് 5-ാം തീയതിയാണ് ഫുൾ മൂൺ വരുന്നത് അല്ലേ. അടുത്തത് ദ ഡേറ്റ് ഓഫ് ന്യൂ മൂൺ ഇൻ ദ കലണ്ടർ. ന്യൂ മൂണിൻ്റെ ഡേറ്റ് എന്നാണ് വരുന്നത്? മെയ് 19-ാം തീയതി. ദെൻ നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ടു റീച്ച് ന്യൂ മൂൺ ഫ്രം ഫുൾ മൂൺ. ആ ഫുൾ മൂണിൽ നിന്ന് ഒരു ന്യൂ മൂണിലേക്ക് എത്താൻ, ഒരു ഫുൾ മൂൺ ടു ഒരു ന്യൂ മൂൺ എത്താൻ വേണ്ടിയിട്ട് എത്ര ദിവസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട് നോക്കൂ. 5-ാം തീയതി ടു 19-ാം തീയതി. അപ്പോൾ എത്ര ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്? 14 ദിവസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. Examine the next month's calendar also. Find out how many days are needed for the moon to reach the next new moon from the full moon. അതിലെന്താ ചോദിച്ചിരിക്കുന്നത്? ഈ ഫുൾ മൂണിൽ നിന്ന് അടുത്ത ന്യൂ മൂൺ എത്താൻ, വെളുത്ത വാവ് ടു കറുത്ത വാവ് എത്താൻ വേണ്ടി എത്ര ദിവസം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ദ ഡേറ്റ് ഓഫ് ഫുൾ മൂണിൻ്റെ ഡേറ്റ് ഏതാണ്? ജൂൺ മാസത്തിലെ 4-ാം തീയതിയാണ്. ഡേറ്റ് ഓഫ് ന്യൂ മൂൺ ഇൻ ദ കലണ്ടർ. ന്യൂ മൂണിൻ്റെ ഡേറ്റ് ഏതാണ് ഈ കലണ്ടറിലെ? 18-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പ് എത്ര ദിവസമാണ് വരിക? അതും 14 ദിവസം വരുന്നുണ്ട് അല്ലേ. ഇനി ഇതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. ദ നമ്പർ ഓഫ് ഡേയ്സ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ന്യൂ മൂൺസ് ബൈ ചെക്കിംഗ് ബോത്ത് ദ കലണ്ടേഴ്സ്. 2 അടുത്തടുത്തുള്ള കറുത്ത വാവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര വരുന്നുണ്ട് എന്നുള്ളത്. അതായത് ഇപ്പം അത് നമുക്ക് 2 മാസത്തെ കലണ്ടർ കൂടി നോക്കിയാലേ കിട്ടുള്ളൂ. മെയ് മാസത്തിലെ കറുത്ത വാവ് എന്നായിരുന്നു? 19-ാം തീയതി 19th അല്ലേ. ജൂൺ മാസത്തിലെ കറുത്ത വാവ് 18th. അപ്പോൾ എത്ര ഡേയ്സ് വ്യത്യാസം വരുന്നുണ്ട്? അതിൽ ഏകദേശം 30 ദിവസത്തെ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. Didn't it take 30 days for new
മൂൺ ടു റീച്ച് ദ നെക്സ്റ്റ്. എത്ര ദിവസം എടുക്കുന്നുണ്ട്? ഒരു ന്യൂ മൂണിൽ നിന്ന് അടുത്ത ന്യൂ മൂൺ വരെ 30 ദിവസം എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ മൂൺ ടേക്സ് 27 and 1/3 days to revolve around the earth once. അപ്പോൾ ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റി വരാനുള്ള സമയം എന്ന് പറയുന്നത് 27 and 1/3 അത്രയും ദിവസങ്ങളാണ് എത്ര വേണ്ടത്? ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാനുള്ള സമയം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ന്യൂ മൂണും അടുത്ത ന്യൂ മൂണും തമ്മിലും ഈ ഒരു ഗ്യാപ്പല്ലേ വരേണ്ടത്? ഈ 27 1/3 അത്രയും ദിവസത്തെ വ്യത്യാസമല്ലേ വരേണ്ടത്? കാരണം ഒരു പൊസിഷനിൽ ന്യൂ മൂൺ ആണെങ്കിൽ തിരിഞ്ഞ് വീണ്ടും ആ പൊസിഷനിൽ വരുമ്പോൾ ന്യൂ മൂൺ ആവണമല്ലോ. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് ഈ 27 1/3 മാറിയിട്ട് ഈ 30 എന്നുള്ള ആ ഒരു ടൈം ഗ്യാപ്പ് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് താഴെ അതിൻ്റെ റീസണാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രം ന്യൂ മൂൺ ടു ന്യൂ മൂൺ, അതായത് കറുത്തവാവ് ടു കറുത്തവാവ് വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ദ എർത്ത് നീഡ്സ് 365 and 1/4 days to revolve around the sun once. By the time the moon revolves around the earth once. ഭൂമിക്ക് സൂര്യനെ ഒരു തവണ ചുറ്റി വരാൻ എത്ര ദിവസം വേണം? 365 കാൽ ദിവസം ആവശ്യമായിട്ടുണ്ട്. ഭൂമിക്ക് സൂര്യനെ ഒരു തവണ വലം വയ്ക്കുക, അതായത് ഒരു വർഷം എന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ ആ സമയത്ത് ബൈ ദ ടൈം ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത് വൺസ്, ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ ചുറ്റുന്ന സമയത്ത് ഭൂമി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 27 ദിവസം ഈ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന ഈ ഒരു 27 ദിവസത്തിൽ ഭൂമിയുടെ ശരിക്കും അത് സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തുനിന്ന് ഭൂമി കുറച്ച് നീങ്ങിപ്പോയിട്ടുണ്ടാകും. കാരണം ഭൂമി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഭൂമി സൂര്യനെ ചുറ്റുമ്പം ചന്ദ്രൻ എന്ത് ചെയ്യുന്നു? ഭൂമിയെ ചുറ്റുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചാണ് നടക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ ഭൂമിയുടെ കറങ്ങുന്ന സമയത്ത് ഭൂമി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. ഭൂമി ഒരു സ്ഥലത്ത് വെറുതെ നിൽക്കുകയല്ല. ദ എർത്ത് വുഡ് ഹാവ് ട്രാവൽ സം ഡിസ്റ്റൻസ് ഇൻ ഇറ്റ്സ് ഓർബിറ്റ് വിത്ത് ദ മൂൺ അറൗണ്ട് ദ സൺ. അതായത് ഭൂമി ചന്ദ്രനെ ഒപ്പം കൂട്ടിക്കൊണ്ട് സൂര്യനെ കുറച്ച് ദൂരം കറങ്ങിയിട്ടുണ്ടാകും ആ ഒരു 27 ദിവസത്തിൽ. ദസ് എ ചേഞ്ച് ഒക്യൂസ് ടു ദ പൊസിഷൻ ഓഫ് ദ എർത്ത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഭൂമിയുടെ പൊസിഷനിൽ കുറച്ച് വ്യത്യാസം സംഭവിക്കും. ഹെൻസ് ദ മൂൺ വിൽ ഹാവ് ടു ട്രാവൽ സം മോർ ഡിസ്റ്റൻസ് ഇൻ ദ സെയിം പാത്ത് ടു റിപ്പീറ്റഡ്ലി സീ ദ ഫേസസ് ഓഫ് ദ മൂൺ. അപ്പോൾ ഒരു ന്യൂ മൂൺ, ഒരു കറുത്തവാവ് സംഭവിച്ചിട്ട് അടുത്ത കറുത്തവാവിൻ്റെ ഒരു 27 ദിവസം കൊണ്ട് ചുറ്റി എത്തുമ്പോഴത്തേക്കും ഭൂമിയുടെ പൊസിഷൻ കുറച്ച് മാറിയിട്ടുണ്ടാകും. അപ്പോൾ ആ ആദ്യത്തെ ന്യൂ മൂണിൻ്റെ പൊസിഷനിലേക്ക് ചന്ദ്രന് വരണമെങ്കിൽ കുറച്ച് ദൂരം കൂടി സഞ്ചരിക്കേണ്ടി വരും. ഇറ്റ് ടേക്സ് മോർ ദാൻ 2 days ഫോർ ദിസ്. ആ ഒരു കുറച്ച് സമയം എന്ന് പറയുന്നത് ഏകദേശം എത്ര എടുക്കും? 2 ദിവസത്തിൽ കൂടുതൽ എടുക്കും. അത്രയും നേരം കൂടി സഞ്ചരിച്ചാലാണ് ചന്ദ്രന് കഴിഞ്ഞ മാസം ന്യൂ മൂൺ ഉണ്ടായിരുന്നപ്പോൾ എവിടെയാണോ നിന്നത് ആ പൊസിഷനിൽ ഈ പ്രാവശ്യം എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ടേക്സ് 29.5 days ഫ്രം 1 ന്യൂ മൂൺ ടു ദ നെക്സ്റ്റ് ന്യൂ മൂൺ. ആ ഒരു വ്യത്യാസം കൊണ്ടാണ് ഈ ഒരു 29.5 ദിവസം, ശരിക്കും 27 1/3 days ആണ് വേണ്ടത്. അതിൽ നിന്നും ഈ 29.5 ദിവസത്തേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? ഭൂമി ആ സമയത്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമിയുടെ പൊസിഷൻ മാറുന്നത് കൊണ്ടാണ് ചന്ദ്രന് കുറച്ച് ദൂരം കൂടി എക്സ്ട്രാ ട്രാവൽ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ഈ ഒരു ടൈം ഗ്യാപ്പ് നിങ്ങൾക്ക് മറ്റ് മാസങ്ങളുടെ കലണ്ടറുകൾ പരിശോധിച്ചിട്ട് ഇതുപോലെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെറ്റസസ് ക്വസ്റ്റ്യൻസും കൂടി നോക്കാനുണ്ട്. അത് ഞാൻ അടുത്തൊരു പാർട്ടായിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഭാഗം മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതോ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു ലൈക്ക് ചെയ്യാനും ശ്രമിക്കണേ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട് വരാം. അതുവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.